നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം നീങ്ങവേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം നടത്തി നടൻ മോഹൻലാൽ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അതീവ രഹസ്യമായിട്ടാണ് അഭിമുഖം ചിത്രീകരിച്ചത്. ഇതിന്റെ ടീസർ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയും പുറത്തുവിടുമെന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതം, രാഷ്ട്രീയ യാത്ര, സർക്കാരിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് അഭിമുഖത്തിൽ പ്രധാനമായും തന്നെ കടന്നുവരുന്നത്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ വെച്ചാണ് ചിത്രീകരണം നടന്നത്. ഇതിനായി 2 ദിവസമാണ് മോഹൻലാൽ തിരുവനന്തപുരത്ത് ചെലവഴിച്ചത്. ക്ലിഫ് ഹൗസിൽ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് മോഹൻലാൽ ഈ പരിപാടിയുടെ ഭാഗമായതെന്നാണ് വിവരം. പ്രശസ്ത സംവിധായകൻ ടി കെ രാജീവ് കുമാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധരാണ് പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അഭിമുഖത്തിനായി 2 ദിവസമാണ് മോഹൻലാൽ എത്തിയത്. ആദ്യ ദിവസം അഭിമുഖത്തിൽ സംസാരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ് ചെയ്തത്. തുടർന്ന് അടുത്ത ദിവസമാണ് അഭിമുഖം ചിത്രീകരിച്ചത്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെത്തിയ ശേഷമായിരുന്നു ഈ ചിത്രീകരണം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മോഹൻലാലിന്റെ സുഹൃത്ത് MP സനിൽകുമാർ എന്നിവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. മുൻപ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും മോഹൻലാൽ ഇത്തരത്തിൽ അഭിമുഖം നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ സർക്കാർ വൻതോതിലുള്ള PR പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന പ്രതിപക്ഷം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു അഭിമുഖം പുറത്തു വന്നത്. കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ താരം തന്നെ മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്യാനെത്തുന്നത് രാഷ്ട്രീയമായി വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനപ്രിയ താരമായ മോഹൻലാൽ ഉൾപ്പെട്ടതിനാൽ ഏത് രീതിയിലാകും ഇതിനെ പ്രതിപക്ഷം നേരിടുക എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കൗതുകം. പിണറായി വിജയനുമായി അടുത്ത സൗഹൃദമുള്ള മോഹൻലാൽ തിരുവനന്തപുരത്തെത്തുമ്പോൾ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നു. ഇത്തരത്തിൽ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിന്റെ കാര്യം പറഞ്ഞത്. മോഹൻലാൽ തയ്യാറാണെന്ന് അറിയിച്ചതോടെ ചിത്രീകരണം നടക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്നാണ് സൂചന. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം വരും ദിവസങ്ങളിൽ പ്രമുഖ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യും. എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു PR വർക്ക് നടത്തിയിരിക്കുന്നത് എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ആക്ഷേപം. എന്തായാലും പ്രതിപക്ഷവും ഇത്തരത്തിൽ ഇത് തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു അഭിമുഖം പുറത്തേക്കെത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ഇതിന്റെ ടീസർ പുറത്തെത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം.